അധികാരം ലഭിച്ചാൽ വഖഫ് നിയമ ഭേദഗതി റദ്ദാക്കുമെന്ന് ബീഹാറിൽ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക. ബീഹാറിന് തേജസ്വിയുടെ പ്രതിജ്ഞ എന്ന തലക്കെട്ടോടെയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. വീടില്ലാത്തവർക്ക് സ്വന്തമായി ഭൂമിയും വീടും, സ്ത്രീകൾക്കും കർഷകർക്കുമായി പ്രത്യേകം പദ്ധതികൾ തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിലുള്ളത്. NDA സഖ്യത്തിന്റെ പ്രകടന പത്രിക 30-ന് പുറത്തിറക്കും. വിശദാംശങ്ങൾ ജിഷ്ണു കൃഷ്ണൻ നൽകും. ജിഷ്ണു, മുസ്ലിം വോട്ട് ബാങ്ക് തന്നെയാണ് ഉന്നം, അല്ലേ? വളരെ കൃത്യമായി പ്രചാരണത്തിൽ പിറകോട്ട് പോയതോടുകൂടി മുസ്ലിം വോട്ട് ബാങ്ക് കൂടെ നിർത്തുക, പ്രീണന രാഷ്ട്രീയത്തിലൂടെ മുസ്ലിം വോട്ട് ബാങ്കും തീവ്ര മുസ്ലിം നിലപാടുള്ളവരെയും കൂടെ നിർത്തി ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടാക്കാനാകുമോ എന്നാണ് ഇപ്പോൾ RJDയും ഇന്ത്യ സഖ്യവും ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം പുറത്തിറക്കിയിട്ടുള്ള, ബീഹാറിലെ മഹാസഖ്യം പുറത്തിറക്കിയിട്ടുള്ള പ്രകടന പത്രികയിൽ അധികാരം ലഭിച്ചാൽ വഖഫ് നിയമ ഭേദഗതി റദ്ദാക്കും എന്നുള്ളൊരു വാഗ്ദാനം നൽകിയിട്ടുള്ളത്. ഒന്ന്, അത്തരത്തിൽ റദ്ദാക്കാനുള്ള അധികാരം, ഇനി അധികാരം ലഭിച്ചാൽ പോലും കേന്ദ്ര സർക്കാർ പാസ്സാക്കുന്നൊരു നിയമം റദ്ദാക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിലൊരു യാഥാർത്ഥ്യം നിലനിൽക്കെയാണ് ഒരു പൊള്ളയായ വാഗ്ദാനം ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് മുസ്ലിം വോട്ട് ബാങ്ക് കൂടെ നിർത്താനുള്ള ശ്രമം തേജസ്വി യാദവും RJDയും മഹാസഖ്യവും നടത്തിയിട്ടുള്ളത്. കൂടാതെ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തമ്മിലടിയും അഭിപ്രായ വ്യത്യാസവും രൂക്ഷമാണ്. ഈ പ്രകടന പത്രിക പുറത്തിറക്കിയ ചടങ്ങിൽ പോലും രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടില്ല. നേരത്തെ ഈ ഇന്ത്യ സഖ്യം ഇത്രയധികം പ്രാധാന്യത്തോടെ കാണുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങിലാണ് രാഹുൽ പങ്കെടുക്കാതിരുന്നത്. RJD നേതാക്കൾ കൃത്യമായി രാഹുൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ ക്ഷണിച്ചില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം കോൺഗ്രസിന് കൂടുതൽ സീറ്റ് നൽകുന്നതും കൂടുതൽ പ്രാധാന്യം നൽകുന്നതും തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടാക്കും, അല്ലെങ്കിൽ കൃത്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന വിമർശനമാണ് മുന്നണി യോഗത്തിൽ പോലും RJD നേതാക്കൾ നടത്തിയത്. 50-ൽ താഴെ സീറ്റുകൾ മാത്രമേ കോൺഗ്രസിന് നൽകാനാകൂ എന്നും RJD വ്യക്തമാക്കിയിരുന്നു. പ്രതിജ്ഞ എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമല്ലേ? രാഹുൽ ചിത്രത്തിൽ പോലുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു അപമാനം രാഹുൽ എന്തിനു സഹിക്കുന്നു എന്നുകൂടി കരുതി കാണണം. ഇലക്ഷനിൽ രാഹുലിൻ്റെ ഫോട്ടോ കാണിച്ച് മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന അവസ്ഥ കൂടി തേജസ്വി മനസ്സിലാക്കി കാണണമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇരു പാർട്ടികളും പരസ്പരം മനസ്സിലാക്കിയതിൻ്റെ ഫലം തന്നെയാകണം ഇത്തരത്തിലൊരു സ്ഥിതിയിലേക്ക് എത്തിയത്. അതായത് കോൺഗ്രസിനെ കൂടെ കൂട്ടിയാൽ, അല്ലെങ്കിൽ രാഹുലിൻ്റെ ഉൾപ്പെടെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ കൂടുതൽ പിന്തുണ നൽകില്ല, ഒപ്പം വന്നാലും വേണ്ട പ്രാധാന്യം ലഭിക്കില്ല എന്ന ധാരണ കോൺഗ്രസിനും രാഹുലിനും. ആ ഒരു ധാരണയിൽ കൊണ്ടാകാം ഇത്രയും പ്രാധാന്യത്തോടെ മഹാസഖ്യം കാണുന്ന ബീഹാറിലെ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങിൽ പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കൾ രാഹുൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിട്ടില്ല. കൂടാതെ മോഹന വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി. മുൻപ് കാലങ്ങളോളം ബീഹാർ ഭരിച്ച പാർട്ടിയാണ് RJD. അന്നൊന്നും നൽകാത്ത വാഗ്ദാനങ്ങളുടെ, അന്നൊന്നും നടപ്പാക്കാത്ത വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് പ്രകടന പത്രികയിലുള്ളത്. വീടില്ലാത്തവർക്ക് വീടും സ്ഥലവും, സ്ത്രീകൾക്കും യുവാക്കൾക്കുമെല്ലാം പ്രത്യേക പദ്ധതി. അത്തരം പദ്ധതികൾക്കിടയിൽ തന്നെയാണ് അധികാരം ലഭിച്ചാൽ വഖഫ് നിയമ ഭേദഗതി റദ്ദാക്കുമെന്ന പ്രഖ്യാപനവും നടത്തിയിട്ടുള്ളത്. NDA സഖ്യത്തിന്റെ പ്രകടന പത്രിക 30-ാം തീയതി പുറത്തിറക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പദ്ധതികളുടെ തുടർച്ചയായിരിക്കും പ്രകടന പത്രിക എന്നാണ് NDA എന്തൊക്കെയാണ് കൃത്യമായ ഉറപ്പുകൾ നൽകുന്നത് എന്ന് ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.